വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ഒരുപാട് ബാധാദോഷങ്ങളായിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ചാത്തന്റെയോ കാളിയുടെയോ മറ്റു പ്രേതബാധകളോ മറ്റു സർപ്പവിരുദ്ധങ്ങളോ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ കൊണ്ട് ബാധാദോഷങ്ങളുടെ പിടിയിലമർന്ന് നടക്കുന്ന ഒരുപാട് ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഉണ്ട്. പലരും പല ദേവസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിലോ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാതെ പറ്റിക്കപ്പെടുന്നവരുണ്ട്. ഏതെങ്കിലും സ്ഥാനത്തിനോ ഏതെങ്കിലും ക്ഷേത്രത്തിനോ കുറ്റപ്പെടുത്തിയല്ല, പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇരിക്കുന്ന സ്ഥലത്ത് മറ്റു മൂർത്തികളുടേതായ സാന്നിധ്യം ഉണ്ടായിരുന്ന മണ്ണിലാണ് നമ്മുടെ വീട് വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ ഇരിക്കുന്ന മൂർത്തികളുടേതായ ദുരിതങ്ങൾ അതിലിരിക്കുന്ന ആളുകൾക്ക് 100% അത് ഉപദ്രവമായിട്ട് ബാധിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ആ വൈരാഗ്യത്തെ കൊണ്ട് അത് ശക്തമായിട്ടിരിക്കുന്ന ആഭിചാര പ്രവൃത്തികളിലേക്ക് മാറുമ്പോൾ, ആഭിചാര പ്രവൃത്തികൾ അങ്ങനെ ചെയ്തു വെച്ചാൽ ആർക്കാണോ ഉദ്ദേശിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് സമയം നല്ലതല്ലെങ്കിൽ ജാതകവശാൽ ഏഴരശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ അങ്ങനെയൊക്കെ പറയുന്നതായ അവസ്ഥകളുണ്ടെങ്കിൽ അത് അവർക്ക് കൂടുതൽ പ്രതിഫലിക്കാൻ തുടങ്ങും. അവരുടെ വ്യക്തികൾക്ക്, ആ വ്യക്തിയുടെ കുടുംബത്തിന് ഇപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ ചിലപ്പോൾ ഏഴരശനിയോ കണ്ടകശനിയോ ഉണ്ടാകാം. അത് ഈ പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് തന്നെ വന്നാൽ ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും. അപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക്, അതായത് കുടുംബനാഥനും കുടുംബനാഥയ്ക്കും മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം കഷ്ടത്തിലായി പോകും. ചിലവര് സ്വന്തം വീട്ടിലായിരിക്കില്ല താമസം ഉണ്ടാകുക, വാടക വീട്ടിലായിരിക്കാം. ആ വാടക വീട് ഏത് തരത്തിലാണ്, എന്താണ് അവിടുത്തെ അവസ്ഥകളെന്ന് ചിലപ്പോൾ താമസിക്കാൻ വരുന്നവരറിയില്ല. മുൻകാലത്ത് ഇത് എന്തായിരുന്നു? കാടായിരുന്നു, പുഴയായിരുന്നു, കുളമായിരുന്നു, കിണറായിരുന്നു, അല്ലെങ്കിൽ ദേവസ്ഥാനങ്ങൾ വെച്ചിരുന്നതായ ഒരു ക്ഷേത്രം അടങ്ങുന്നതായ ഒരു കുടുംബമായിരുന്നു പൂർവികമായിട്ട്. അല്ലെങ്കിൽ കിണറാണെങ്കിൽ ആ കിണറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കാലങ്ങൾക്ക് മുൻ കുളമായിരുന്നു, ആ കുളത്തിൽ മരണങ്ങൾ നടന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ വരുന്ന വ്യക്തികൾ അറിയണമെന്നില്ല. വർഷങ്ങളായിട്ട് ഇപ്പോൾ കിണറ്റിൽ മരണപ്പെട്ടു, കിണറ്റിൽ ചാടി മരണപ്പെട്ടു, അല്ലെങ്കിൽ കിണറ്റിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളോ അത് ഏതെങ്കിലും കാരണവശാൽ തൂർക്കപ്പെട്ടതാണെങ്കിൽ, ഇനിയിപ്പോൾ ഈ നാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്താണ് കിണർ കുളം വന്ന് വെച്ചതിൻ്റെ അവിടെ ആ വെള്ളം ഉപയോഗിക്കാനോ മറ്റോ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അടച്ചു പൂട്ടേണ്ട ഒരു നിലമയായിട്ട് വരിക. അങ്ങനെ അതിൻ്റെ മീതെ വീടുകൾ അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലം അത് പൊളിച്ചടക്കി അവിടെ ഒക്കെ വൃത്തിയാക്കി, മണ്ണടിച്ച് വൃത്തിയാക്കി, ദേവന്മാർക്ക് ഇരിക്കേണ്ടായിരുന്ന സാന്നിധ്യം വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ സർപ്പക്കാവാണ്, അതിന് കാവുണ്ടായിരുന്നു, മരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് വീട് വെച്ചിട്ടുള്ളതെങ്കിലും ആ വീട് എത്ര നല്ല വീടാണെങ്കിലും ശരി, അവിടെ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സുഖം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റില്ല. സന്താനങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയില്ല. ഉണ്ടെങ്കിലും അത് ഗർഭിണിക്കായിരുന്നതിൽ വിശേഷമായെങ്കിൽ തന്നെ 1 മാസം 2 മാസത്തിനുള്ളിൽ അതെല്ലാം പോയിരിക്കും. അതായത് പ്രേത ദുരിതങ്ങൾ, മറ്റ് ദുരിതങ്ങളൊക്കെ ഉണ്ട് വെച്ച് ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല ആ കുടുംബത്ത് വരിക. അതേപോലെ തന്നെ വഴക്കുകള്, പ്രശ്നങ്ങള്, രോഗങ്ങള്, മാനസികമായിട്ടുള്ളതായ തകരാറുകള്, തല്ല്, വഴക്ക്. ഇപ്പൊ മദ്യപിക്കാത്തവരാണെങ്കിൽ അത് മദ്യപിച്ച് രസത്തിനായി കൂടുതലായിട്ട് വരാം. അത് മാനസികമായിട്ടുള്ള കുറെ താളം തെറ്റലുകള്, അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ ആദ്യം ചെല്ലുക ഒന്നുകിൽ അവരുടെ മതപരമായിട്ടുള്ളതായ ആളുകളുടെ അടുത്തേക്ക്, അപ്പൊ ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, മുസ്ലിം ആരാവാം. അപ്പൊ അത് അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും അറിയുന്ന അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ, സമീപിച്ചു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് പോവുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവര് കഴിവുള്ളവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്തവരുണ്ടായിരിക്കും. എന്തായാലും അവരെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഒന്ന് വട്ടം തിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കും ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാവില്ല. ചിലപ്പോൾ ഒരു ചരട് ജപിച്ച് കെട്ടിലോ ഭസ്മോതി കെട്ടിലോ അല്ല നാരങ്ങ ഒഴിഞ്ഞ് കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അർച്ചന ചെയ്യലോ അവരുടെ മതപരമായിട്ടുള്ളതായ ചടങ്ങുകളിൽ എന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ശരിയാകും അല്ലെങ്കിൽ ആക്കാം എന്നുള്ള വിശ്വാസത്തോടു കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. പക്ഷെ അതൊന്നും ചിലപ്പോൾ ഇതിനോട് ഏൽക്കില്ല. അങ്ങനെ വീണ്ടും പോകും. അപ്പൊ അവര് ആ മേഖലയിലുള്ള ആളുകളുടെ അടുത്തേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കും.
എന്നാൽ അതൊരു രോഗമായിട്ട് തിരിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിക്കുന്നവരുണ്ടാവില്ല ചിലപ്പോൾ. ആ ഡോക്ടറുടെ അടുത്ത് പോയാലും ഏകദേശം തിരിയും. കാരണം ഒരു വ്യക്തിക്ക് ഈ വക കാരണങ്ങളെ കൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ, ഇനി ഉറക്കമില്ലായ്മ വരണു, പിച്ചും പേഴും വിളിച്ച് പറയണു, അല്ലെങ്കിൽ തലവേദന, ശരീരവേദന, എത്ര ചെയ്തിട്ടും സമാധാനം ഇല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറും അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണത്തില് മരുന്നോ കാര്യങ്ങളൊക്കെ ഇത്ര കോഴ്സ് അത് ചെയ്യണം, കഴിക്കണം എന്ന് പറഞ്ഞ് അതിൽ ശരിയായില്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയും ഇത് രോഗമല്ല, അല്ലെങ്കിൽ രോഗമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റമിൻ ഗുളികൾ കഴിച്ചാൽ മതിട്ട് അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക് അറിയാം ചിലപ്പോൾ ആൾക്ക് എന്തോ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ രോഗമല്ല എന്നുള്ളത്. അങ്ങനെ അറിയുന്ന പക്ഷം നല്ലൊരു ജ്യോത്സ്യനെ ചെന്ന് കണ്ട് അവിടെ നല്ലൊരു ജ്യോത്സ്യനായിരിക്കണം. പ്രശ്നങ്ങളൊക്കെ വെച്ചാൽ അത് കൃത്യമായിട്ട് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യാം. പ്രശ്നം വയ്ക്കുന്നവർ അനവധി ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളുന്നില്ല. എല്ലാവരും അതേപോലെ തന്നെ അറിവില്ലായ്മ ആണ് എന്ന് അതും പറയുന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തികള് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വട്ടം തിരിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ഇത്ര സമയം അതിൽ പോയിട്ടുണ്ട്, ഇത്ര മാസം പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്ന ആളുടെ അടുത്ത് പോയിട്ടുണ്ട്, ഇന്ന ജോലിസിന്റെ അടുത്ത് പോയിട്ടുണ്ട്, ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞ പൈസകളൊക്കെ ഞാൻ കൊടുത്തു, എന്നിട്ടും എനിക്ക് സുഖമായില്ല, ഇപ്പോഴും ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹം എത്ര കാലം മുതൽ ഇതിനെ അന്വേഷിച്ച് നടന്നിരുന്നു, ആരൊക്കെ ഇതിനെ തൊട്ടിട്ടുണ്ട്, അത് ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് സുഖമായില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുക അപ്പോഴേ ഉണ്ടാകുക. അപ്പൊ ചെയ്യുന്നവർ കൃത്യമായിട്ട് കർമ്മങ്ങൾ അത് പ്രശ്നം നോക്കിയിട്ട് ആ പ്രശ്ന ചിന്തയിലെ എന്ത് ധർമ്മദൈവ ദുരിതങ്ങളാണോ, അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തെ പ്രശ്നങ്ങളാണോ, ബാധാദോഷങ്ങളാണോ, സർപ്പദുരിതങ്ങളാണോ, പ്രേതബന്ധങ്ങളാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിന് ഉചിതമായിട്ടുള്ള രീതിയിൽ ഇന്നമാതിരി കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുമാറുക, അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കുന്നത് നല്ലതാണ്. ഇന്ന ആൾക്ക് കർമ്മിയോട് ചോദിക്കും, നിങ്ങൾക്ക് അല്ല കർമ്മി ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിൽ ഞാൻ ചിലർ ചാർത്ത് വരും, ചിലർ ചാർത്ത് കൊടുക്കില്ല. അപ്പൊ ചാർത്ത് കൊടുക്കുമ്പോൾ ഇത് എവിടെ ചെയ്യണം എന്നുള്ളത് നോക്കാൻ വന്നിട്ടുള്ള ആള് ചോദിക്കും, ഇത് ശരിയാക്കി തരുമെന്ന്. അപ്പൊ മിക്കവാറും എല്ലാവരും എല്ലാ ജ്യോത്സ്യന്മാരും ചിലപ്പോൾ കർമ്മികളായിരിക്കില്ല, അവര് നോക്കിയിട്ട് ചാർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ നോക്കുന്ന ജ്യോത്സ്യം പറയും, ഞാനിവിടെ കർമ്മം ചെയ്യില്ല നോക്കുള്ളൂ, നിങ്ങൾ പരിചയമുള്ള ഏതെങ്കിലും കർമ്മികളുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ നോക്കാന്ന് പറയും. അപ്പൊ അവരെന്ത് പറഞ്ഞാൽ ഇന്നമാതിരി ആളുണ്ട്. അപ്പൊ അത് ഞാൻ പറയാം, പറയുന്ന ആള് നോക്കിക്കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളത് ആ ജ്യോത്സ്യനോട് പറഞ്ഞാൽ ജ്യോത്സ്യം നോക്കും. ഇന്ന 4-ാം മേടത്തിൽ ഇന്ന സ്ഥലത്തിനായിരിക്കുന്നതായ വ്യക്തി അദ്ദേഹം ഇതിനെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുമാറോ, ആണെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൃത്യമായിരിക്കും. അത് ഈ ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ പ്രശ്നത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം പറഞ്ഞ രാശിയൊക്കെ വരുമ്പോൾ അത് ശരിയാവില്ല എന്ന് തന്നെ കാണും. അപ്പൊ അത്തരം ചിന്തനങ്ങളൊക്കെ നടത്തിയിട്ട് പോവാം. അല്ലാതെ നമ്മൾ കുറെ പൈസ കൊടുത്തു അതിന്നമാതിരി ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത്ര കർമ്മം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിയാവുന്നവർക്ക് വളരെ നല്ലത്. അപ്പൊ ശരിയാവാത്ത വീണ്ടും ഉള്ള പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് അത് കൊണ്ട് കളഞ്ഞ് ശരിക്കുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല കർമ്മം ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു കാര്യത്തിന് മാത്രം 10 സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ഇതിനോടുള്ള വിശ്വാസം നശിച്ചിരിക്കും. പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യില്ല. അപ്പൊ ഇദ്ദേഹം രോഗിയായിട്ട് തന്നെ മാറുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പൊ പറ്റിക്കപ്പെടാതിരിക്കുക, നല്ലതായ കർമ്മികളുടെ അടുത്തൊക്കെ പോയിട്ട് നല്ല നോക്കിയറിഞ്ഞ് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. അതേപോലെ ധർമ്മദൈവങ്ങൾ അത് വലിയൊരു ശക്തിയാണ്. അത് ഹിന്ദുസ് ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ശരി, അവർ മതപരമായിട്ടുള്ള ചടങ്ങിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കരുത്. കഷ്ടകാലം വരാം, രോഗം വരെല്ലാം വരാം. അത് എന്തു വന്നാലും ആ ദൈവത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് സ്വജാതി അല്ല കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ജനിച്ചിട്ടുള്ള ആ മതത്തിന്റെ അത് വലിയൊരു ശക്തി, അത് കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തിൽ ഒരിക്കലും തേടാൻ പോകരുത്. അപ്പൊ അങ്ങനെ സ്വന്തം കുലത്തിലെ ആ ദൈവത്തിനെ കൃത്യമായിട്ടുള്ള പൂജിക്കുക. ഒരു ഇസ്ലാം ആണെങ്കിൽ 5 നേരം നമസ്കാരം, വെള്ളിയാഴ്ച ഒരു എന്താണ് ജുമാക്ക് പോവുക. അതേപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പള്ളിയിൽ പോവുക, മെഴുകുതിരി കത്തിക്കുക, കുംഭസാരിക്കുക, അത് വലിയൊരു കാര്യമാണ്. അതായത് ക്രിസ്ത്യൻ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ കുടുംബ ദൈവത്തിനെ, കുലദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കുക. അവരുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശക്തി ഉണ്ടാക്കുക, അവർ നിത്യം പൂജിക്കുക. ഏത് ക്ഷേത്രത്തിലും പോകുന്നതുകൊണ്ട് കുറ്റം പറയില്ല. വഴിപാട് നേർന്നെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുക, മുടക്കില്ലാതെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ ശരി, അറിയാത്തവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കാം. അപ്പൊ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.